എത്തിയിട്ടുണ്ട്. ഒരു മറ്റേ ഇന്ന് 21 ശനിയാഴ്ച മാർച്ച്. നമ്മൾ ചാലക്കുടി പുഴയുടെ എന്താ ഭംഗി ഇതൊക്കെ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ വെൽക്കം മെസ്സേജാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നുകൂടി ഇവരെ പരിചയപ്പെടാം. സിജു കാച്ചപ്പള്ളി ഫ്രം ഇരിയാലക്കുട. ടിറ്റോ ഈ ഒരു യാത്രേനെയും ഈ സ്ഥലത്തേക്ക് പറ്റി കുറെ വർണ്ണിച്ചിട്ട് കുറെ നാളുകളായിട്ട് മോഹിച്ച് നടക്കണേ. ഈ കോളേജ് സമയത്ത് ഒരു ഗേൾ ഫ്രണ്ടിനെ അതുപോലെയാണ്. അപ്പോൾ വന്നു ഇത്തവണ വെക്കേഷൻ എന്തായാലും ടിറ്റോനെ കാണുന്നു. പ്യാരി ഫ്രം ഇരിങ്ങാലക്കുട ബട്ട് പോളണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ വഞ്ചി യാത്രയിലേക്ക് കിടക്കാം. ചാലക്കുടി പുഴയിലെ ശാന്തമായ ഈ വഞ്ചി യാത്രയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഇളം കാറ്റും വള്ളം പുഴയിലൂടെ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഓളങ്ങളുടെ താളവും നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകട്ടെ. ചുറ്റുമുള്ള ഈ പ്രകൃതിയുടെ സംഗീതം അല്പനേരം ആസ്വദിക്കൂ. ഈ നിമിഷം നിങ്ങളും ഈ പുഴയും മാത്രമാണിവിടെയുള്ളത്. നമ്മൾ പ്രോഗ്രാമിന്റെ ഒരു ഹാഫ് വേ ത്രൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അറിയണ്ട, എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല സൂപ്പർ കട്ടൻ കാപ്പി. അത് നമ്മൾ എടുത്തിട്ട് ഓക്കെ പഴംപൊരി പോയിട്ട് തരാം. അടിപൊളി പഴംപൊരി, ബ്യൂട്ടിഫുൾ. ഇത് പണ്ട് തുടങ്ങിയുള്ളതാ. അടിപൊളി. അതായത് ഇങ്ങനെയുള്ള മെമ്മറീസാണ് നമ്മുടെ വെക്കേഷൻസ് അടിപൊളിയാക്കുന്നത്. അത് ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇല്ലെങ്കിലും നമ്മളത് തിരിച്ച് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് അവിടെ നാട്ടിൽ പോയില്ലേ, നാട്ടിൽ നമ്മുടെ ഇരിക്കുന്ന സമയത്ത് ഈ ഓർമ്മകൾ ഭയങ്കര ഒരു റിഫ്രഷിങ് ആക്ച്വലി. താങ്ക് യു സോ മച്ച് ടിറ്റോ. ഇല്ല ഇങ്ങനെ അതായത് മെയിൻലി എൻ്റെ ഹോളിഡേയ്സ് എന്ന് പറയുന്നത് നാട്ടിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് ഫുള്ള് എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ആയിട്ട് എൻഗേജ് ആയിട്ട് പോവുക ചെയ്യാറ്. ഇങ്ങനെ ഒരു ട്രിപ്പായിട്ട് ഒരു പരിപാടികൾ ഹോളിഡേ മോഡിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ശരിക്കും ഒരു ദിവസം കുറച്ച് മണിക്കൂർ ഇവിടെ ഒരു രസം. ജോലി തിരക്കിന്റെ ഇടയിൽ നമുക്ക് വന്നിട്ടേ നമ്മളുടെ ഇന്നത്തെ യാത്ര നമ്മൾ ഏകദേശം ഒരു 75% കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഞാനിനി ചോദിക്കാൻ പോകുന്നത് നമ്മളുടെ സിജോ ബ്രോ ഇവിടെ വന്നിട്ടുണ്ട്. സിജോനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സിജോ ഒന്ന് പറയൂ, എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളി ഒരു ദിവസം, അതായത് നല്ല നല്ല ഓർമ്മകളിലേക്ക് ഒരു നല്ല ഓർമ്മയും കൂടി. എന്താ പറയുക, നല്ലൊരു വൈകുന്നേരം, എന്താ പറയുക, നല്ല വെള്ളം, തണുത്ത കാറ്റ്, ടിറ്റോര പാട്ട്, വഞ്ചി, ഒപ്പം പ്യാരി. ഇനി എന്താണ് നമുക്ക് ഇതിൽ കൂടുതൽ നമ്മൾ എന്നോട്ട് ചോദിക്കാൻ? പുഴയുടെ മുകളിലൂടെ വീശുന്ന ഈ കാറ്റിന് വല്ലാത്തൊരു കുളിർമയുണ്ട്. പച്ചപ്പിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം വെള്ളത്തിൽ തീർക്കുന്ന വർണ്ണവിസ്മയങ്ങൾ നോക്കി ഈ യാത്രയുടെ ഓരോ നിമിഷവും പൂർണ്ണമായും ആസ്വദിക്കൂ. ഈ യാത്ര ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രകൃതിയോട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സും ശാന്തമാകും. വരും തലമുറകൾക്കും ഈ പുഴ ഇതേപോലെ ഒഴുകണം, ഈ കാടുകൾ ഇതേപോലെ പച്ച പിടിച്ചു നിൽക്കണം. അതിനായി ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതിയുടെ ഈ താളത്തിനൊപ്പം നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായും അലിയട്ടെ. ഈ വഞ്ചിയാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മകളിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും മനോഹരമായൊരു അനുഭവമായി മാറട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുന്നു. ഇനിയുള്ള സമയം ഈ പ്രകൃതിയുടെ നിശബ്ദതയും സൗന്ദര്യവും പൂർണ്ണമായും നിങ്ങൾക്ക് വിട്ടുതരുന്നു. ശാന്തമായ മനോഹരമായൊരു യാത്ര തുടരുക.